ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡ് യാത്ര അവിടെ അങ്ങനെ ആരംഭിച്ചത് നമ്മുടെ ഗുരുക്കൾ കാറിലാണ്. ബസ് സ്റ്റാൻഡിൽ ഗുരുക്കളാണ് വിട്ടത്. അച്ഛനും ഗുരുക്കളും ഗായത്രിൻ്റെ ഏട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ എറണാകുളത്തേക്ക് ബസ്സിലാണ്. ഞാൻ ഇടയ്ക്ക് ബസ് നിർത്തിയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിന് മുന്നിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെയും വണ്ടി കയറി എറണാകുളത്തേക്ക്. ആ ബസ്സിൽ നിന്ന് നന്നായിട്ട് ഉറങ്ങി. അതിന് മുമ്പ് എടുത്ത വീഡിയോ ആണത്. ഞങ്ങളതിനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. വണ്ടി പിന്നെയും അവിടുന്ന് എടുത്തു. എടപ്പാൾ. അപ്പം ഇനി നമ്മളിപ്പോൾ നമ്മൾ ഇത്രയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ എയർപോർട്ടിൽ എത്തുന്നു. പറയൂ, എന്താണ് ഇപ്പോൾ തോന്നുന്നത്? നമ്മളിപ്പോൾ ഇവിടെ കൊച്ചി എയർപോർട്ടിൽ എത്തിയതാണ്. ഇനിയിപ്പോൾ നാളെ മോർണിംഗ് ആണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നാളെ വരെ എല്ലാവരും ഉറക്കത്തിൻ്റെ മെയിനാണ് ഫുൾ പവർ. ഇനി ഇതൊക്കെ എടുക്കണം. അപ്പോൾ നമ്മളെ ടീമിൻ്റെ ജേഴ്സിയൊക്കെ കിട്ടി. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. എന്നിട്ട് നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കാനും അകത്തോട്ട് പോയിട്ടില്ല. പുറത്തിരിക്കുകയാണ്. ഇനിയും കുറച്ച് പേര് വരാനുണ്ട്. എല്ലാവരും വന്നിട്ട് നമ്മൾ ഉള്ളിലോട്ട് കയറുന്നതായിരിക്കും. ഫ്ലൈറ്റിൽ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുഖത്തൊരു മ്ലാനത പോലെ എന്തായിരിക്കും ടേസ്റ്റ് എന്നറിയാത്തതുകൊണ്ടാണ് പിന്നെ ആ കഴിക്കാനുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ പിന്നെ ആ സ്പൂണൊക്കെ വെച്ച് കഴിക്കാൻ പറ്റാത്ത കാരണം അതൊക്കെ മാറ്റി വെച്ച് നന്നായിട്ട് കൈ കൊണ്ടങ്ങ് കഴിച്ചു. കഴിക്കാമെന്ന് പറയാൻ ദോശ ഉണ്ടായിരുന്നു, ചെറിയൊരു പീസ് മസാല ദോശ പോലെ. അത് ചട്നിയും കൂട്ടി നന്നായിട്ട് കഴിച്ചു. ബാക്കിയുള്ളതൊക്കെ ഒരു വകയാണ്, കഴിക്കണമല്ലോ നമ്മൾ വിചാരിച്ച് കഴിച്ചതാണ്. പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു അതിലെ ഫുഡ്. പിന്നെ അങ്ങനെയൊക്കെയൊക്കെയോ കഴിച്ച് തീർത്തു. കഴിക്കാൻ പിന്നെ നമ്മളെന്നും കഴിക്കുമല്ലോ. മുംബൈയിൽ നിന്ന് പിന്നെ നമ്മൾ ഡെറാഡൂണിലേക്കുള്ള ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഡെറാഡൂണിലെത്തുന്നതിന് ശേഷമുള്ള വിശേഷങ്ങൾ പറയും.
ഉച്ചയ്ക്കൊരു ഫുഡ് വന്നു, അല്ല പച്ച കളറ് സാധനം, എൻ്റെ പൊന്നെ വയൽ വെച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ എന്തും കുത്തി കലക്കി കഴിക്കുന്ന ആളാണ്, പക്ഷേ ആ ഒരു കറി മാത്രം ഒരു വല്ലാത്ത ചവർപ്പായിരുന്നു. കറക്റ്റ് ആ ഒരു പച്ച ചുവ നന്നായിട്ടുണ്ടായിരുന്നു ആ സാധനത്തിന്. എന്തോ പാലച്ചീരയോ അങ്ങനെ എന്തോ സംഭവമാണ്. പിന്നെ വിചാരിച്ച പോലെയല്ല, അവിടെ ഒടുക്കത്തെ തണുപ്പാണ്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഐസ് കട്ട ആവുന്ന പോലെയാണ് അല്ലേ നവ്യ? ഭയങ്കരമായ യാത്രയാണ്. ഇനി റൂമിലെത്തിയിട്ട് എന്താ കാര്യങ്ങൾ പറയാം കേട്ടോ. ടാറ്റാ. ഞങ്ങളുടെ വണ്ടി എങ്ങനെ അവിടെ ഹോട്ടലിനടുത്ത് എത്താനായി. ഭയങ്കര തണുപ്പാണ്. ആ ഹോട്ടൽ റീച്ച് ചെയ്തിട്ടുണ്ട്. ആണ് നമ്മളെ ഹോട്ടൽ. സോ ഇതിനകത്തുനിന്ന് ഇറങ്ങണം, ലഗേജ് കംപ്ലീറ്റ് എടുക്കണം. ഈ തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ് മക്കളെ. അടുത്ത പ്രോഗ്രാം പറ്റുന്ന കാര്യം ചിന്തിച്ചിട്ടിരിക്കും. ആകെ പാടെ ടെൻഷനാവുന്നത് തണുപ്പുണ്ടേ. തണുപ്പ് ഭയങ്കര തണുപ്പാ. അൺസൈക്കബിൾ. സോ നമ്മളെ റൂമൊക്കെ ഇതാ അവിടെ കിട്ടി. നമ്മളെടുത്തിരിക്കുന്ന റൂമാണിത്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് താഴേക്ക്. ഇപ്പം ആരൊക്കെയാ? സോന, നവ്യ, ഗായത്രി, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ബൈ. റെഡിയായി. നമ്മൾ ഈ സ്ഥലത്തേക്ക് പോവാം. സ്റ്റേഡിയം. സോ ഇറങ്ങിക്കോ, ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇറങ്ങിക്കോ, എന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞാൽ മതി.
ഞങ്ങളിതാ മാർച്ച് ഫസ്റ്റിന് വേണ്ടി നിൽക്കുകയാണ്. എല്ലാവരും വരെയായിട്ട് നിൽക്കുകയാണ്. സ്റ്റേജിൻ്റെ പിന്നിലാണുള്ളത്. അവിടെ പോയിക്കുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദി പെണ്ണിൻ്റെ ഇങ്ങോട്ടാക്കി. സോ ഒന്നിൻ്റെ പരിപാടിയില്ല, നാളെയാണ് പരിപാടി. സോ അപ്പോൾ നമ്മളിങ്ങനെ ഇതിലെ ചിത്തിരി കളിക്കുകയാണ് ഗൈസ്. കണ്ടോ, തണുപ്പൊക്കെ നല്ല തണുപ്പാണ്. അമ്മേ അപ്പുറം ഇടുന്നവരുണ്ട്, ഇടാത്തവരുണ്ട്. ചേച്ചി അടുത്തൂടെ പോയി കൂടെ എല്ലാവരും പ്രാക്ടീസിലാണ്. ഒരു സാധനം കാണിച്ചില്ല ഗൈസ്. ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കണമെങ്കിലും ഒക്കെ ഇത് നമുക്ക് ഈ ഒരു സാധനം വേണം. നോക്കിയിട്ട് ഈ സാധനം സ്കാൻ ചെയ്തിട്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തത്. സോ ഇതുപോലൊക്കെ തന്നെയാണ് തോന്നുന്നത്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇപ്പം കാണുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു ലഡു കിട്ടി. അടിപൊളി ലഡു ആയിരുന്നു. പിന്നെ കുറച്ച് പുറത്തുകൂടെയൊക്കെ ചുറ്റി നടന്ന് ഞാനും അമ്മയും ഫോട്ടോസൊക്കെ എടുത്തു. അമ്മ എൻ്റെ ഒരു ഫോട്ടോ എടുത്തു തന്നു. അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുള്ളിൽ തന്നെ പോയി കോമ്പറ്റീഷനൊക്കെ കണ്ടു. അവിടെ ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഉറുമി വീശിലൊക്കെ 1-2 ഉറുമി വീശിൽ പയറ്റിൻ്റെ വീഡിയോ ഒക്കെ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും ആസാമിൻ്റെയും ജമ്മു കാശ്മീരിൻ്റെയൊക്കെ ടീമിൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ ഈവനിങ് ചായക്ക് ഈ ഒരു സംഭവമായിരുന്നു. അതൊരു ചട്നിയിൽ മുക്കി കഴിക്കുന്നത്. അത് എനിക്കറിയില്ലായിരുന്നു. ഞാനല്ലാതെ തന്നെ കഴിച്ചു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയില്ല. പിന്നെയാണ് മനസ്സിലായത് അത് അങ്ങനെയല്ല കഴിക്കുന്നത്. അങ്ങനെ നമ്മളെ കേരളത്തിൻ്റെ ചുണക്കുട്ടികൾ സോന ആൻഡ് നവ്യ ഒറ്റവാൾപ്പായത്തിന് 1ാം സമ്മാനം ഗോൾഡ് മെഡൽ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഹായ്, അപ്പോൾ നമ്മളെ തിരിച്ച് കിട്ടി. വാങ്ങിക്കൊണ്ടിരിക്കാം. ടോട്ടൽ 10 ഐറ്റം ഉണ്ട്. നമുക്ക് നോക്കാൻ എന്തൊക്കെയാണുള്ളത്. ഫുഡ് കഴിക്കാണ്. സൂപ്പറാണ്. ഹലോ, ഫുഡ് കഴിച്ചു കഴിഞ്ഞല്ലോ. കരിയേറിയ പൂങ്കുണമുള്ളിൽ നീറണ കേളികളാടിയവൻ കരിവേലകൾ കുത്തിയ നെഞ്ചിലെ മുറിവിൽ നീച്ചണു കാരണവൻ കരിയമ്പിനും അമ്പരമമ്പിളിനേകിലും അമ്പരമേറ്റിലുമേന്തണതെന്തിനു പുകഞ്ഞു പടരണ് കരികരമുടയണു തുടയിലെ പിടിവള്ളി പൊടിയണ തുടങ്ങി ചെറുപ്പവും ചൂരും കെട്ടിട്ടോടും നേരം തീരം കാണാടി താഴി താളം തെറ്റിക്കേളം തീരം തീയിൽ തീരുന്നോ
കഴിഞ്ഞു. ഇതാണ് നമ്മളെ ഹോട്ടൽ ഗംഗോത്രീൻ്റെ മുമ്പിലാണ് ഉള്ളത്. ഇത് നമുക്ക് കിട്ടിയ മെഡലും അവിടുന്ന് കിട്ടിയ കിറ്റും കംപ്ലീറ്റ് ഈ കവറിലാക്കിയതാണ്. സോ ഇതാ ഹോട്ടലിലേക്ക് പോവാണ്. അമ്മയും പാരൻസും ഒക്കെ വേറെ വണ്ടിയിൽ വരുന്ന കാരണം നമുക്ക് കുറച്ച് ലഗേജ് അവരുടെ അടുത്ത് കൊടുത്തു വയ്ക്കാനുണ്ട്. സോ അതാ ഹോട്ടലിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഹോട്ടലിൽ തന്നെയാണ്. ഒരു 11:30 ബ്രേക്ക്ഫാസ്റ്റ്